യെരമ്യാ പ്രവാചകന്റെ സുവിശേഷം 31 അധ്യായം 15 മുതലുള്ള വാക്യങ്ങൾ. കർത്താവ് അരുളിച്ചെയ്യുന്നു, ഇതാ റാമായിൽ നിന്നൊരു സ്വരം, വിലാപത്തിൻ്റെയും ഹൃദയം തകർന്ന രോദനത്തിൻ്റെയും സ്വരം. റാഹേൽ തൻ്റെ മക്കളെച്ചൊല്ലി വിലപിക്കുന്നു. അവളുടെ മക്കളിൽ ആരും അവശേഷിക്കാത്തതിനാൽ അവൾക്ക് ആശ്വാസം കൊള്ളുവാൻ കഴിയുന്നില്ല. കർത്താവ് അരുളിച്ചെയ്യുന്നു, കരച്ചിൽ നിർത്തി കണ്ണുനീർ തുടയ്ക്കൂ. നിന്റെ യാതനകൾക്ക് പ്രതിഫലം ലഭിക്കും. ശത്രുക്കളുടെ ദേശത്തു നിന്ന് അവർ തിരികെ വരും. കർത്താവ് അരുളിച്ചെയ്യുന്നു, നിന്റെ ഭാവി പ്രത്യാശാഭരിതമാണ്. നിന്റെ മക്കൾ സ്വദേശത്ത് തിരിച്ചു വരും. കർത്താവ് അരുളിച്ചെയ്യുന്നു, ഗബ്രിയേൽ ഇപ്രകാരം വിലപിക്കുന്നത് ഞാൻ കേട്ടു. അങ്ങ് എന്നെ ശിക്ഷിച്ചു. മുഖം വയ്ക്കാത്ത കാളക്കുട്ടിയെപ്പോലെ അവിടുന്ന് എനിക്ക് ശിക്ഷണം നൽകി. എന്നെ തിരികെ കൊണ്ടുവരണമേ. മടങ്ങി വരുവാൻ എന്നെ ശക്തനാക്കണമേ. അവിടുന്നാണല്ലോ എൻ്റെ ദൈവമായ കർത്താവ്. എനിക്ക് വഴിതെറ്റിപ്പോയി. ഇപ്പോൾ ഞാൻ അനുതപിക്കുന്നു. തെറ്റും മനസ്സിലാക്കിയപ്പോൾ ഞാൻ മാറത്തടിച്ചു കരഞ്ഞു. ഞാൻ ലജ്ജിച്ച് തല താഴ്ത്തി. യൗവനത്തിലെ അപമാനഭാരം ഞാൻ ഇപ്പോഴും വഹിക്കുന്നു. ഹെബ്രയീം എൻ്റെ വത്സലപുത്രനല്ലേ, എൻ്റെ പൊന്നോമനക്കുട്ടൻ. അവന് വിരോധമായി പെരുമാറുമ്പോഴെല്ലാം അവൻ്റെ സ്മരണ എന്നിലുദിക്കുന്നു. എൻ്റെ ഹൃദയം അവനു വേണ്ടി തുടിക്കുന്നു. എനിക്ക് അവനോടുള്ള നിസ്സീമമായ കരുണ തോന്നുന്നു. കർത്താവ് അരുളിച്ചെയ്യുന്നു, കൈച്ചുണ്ടുകളും വഴികാട്ടികളും സ്ഥാപിച്ച് നീ കടന്നുപോയ വഴി നന്നായി മനസ്സിലുറപ്പിക്കുക. ഇസ്രായേൽ കന്യകയെ, മടങ്ങിവരിക. നിന്റെ ഈ നഗരങ്ങളിലേക്ക് ഓടിയെത്തുക. അവിശ്വസ്തയായ മക്കളെ, നീ എത്ര നാൾ അലഞ്ഞു തിരിഞ്ഞിരിക്കും? കർത്താവ് ഭൂമിയിൽ ഒരു പുതിയ സൃഷ്ടി നടത്തിയിരിക്കുന്നു. സ്ത്രീ പുരുഷനെ പരിപാലിക്കുന്നു. ഇസ്രായേലിൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് അരുളിച്ചെയ്യുന്നു, യൂദയ ദേശത്ത് അതിൻ്റെ പട്ടണങ്ങളിലുള്ളവർക്ക് വീണ്ടും ഞാൻ ഐശ്വര്യം വരുത്തുമ്പോൾ, നീതിയുടെ പാളയമേ, വിശുദ്ധ പർവ്വതമോ, കർത്താവ് നിന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് അവർ പറയും. യൂദയായിലും അതിലെ നഗരങ്ങളിലും കർഷകരും ഇടയന്മാരും ഒരുമിച്ച് വസിക്കും. ക്ഷീണിതരെ ഞാൻ ശക്തിപ്പെടുത്തും, ദുഃഖിതരെ ഞാൻ ആശ്വസിപ്പിക്കും. അപ്പോൾ ഉന്മേഷവാനായി ഞാൻ ഉണർന്നു. എൻ്റെ ഉറക്കം സുഖകരമായിരിക്കുന്നു. ഞാൻ ഇസ്രായേൽ ഭവനത്തിലും യൂദയ ഭവനത്തിലും മനുഷ്യർക്കും മൃഗങ്ങൾക്കും സന്താനപുഷ്ടി ഉണ്ടാക്കുന്ന കാലം വരുത്തുന്നു. കർത്താവ് അരുളിച്ചെയ്യുന്നു, ഞാൻ അവരെ പിഴുതെറിയാനും ഇടിച്ചു തകർക്കുവാനും നശിപ്പിക്കുവാനും തകിടം മറിക്കുവാനും ശ്രദ്ധിച്ചതുപോലെ അവരെ പണിതുയർത്താനും നട്ടുവളർത്താനും ശ്രദ്ധിക്കണം എന്ന് കർത്താവ് അരുളിച്ചെയ്യുന്നു. പിതാക്കന്മാർ പച്ചമുന്തിരി തിന്നു, മക്കളുടെ പല്ല് പുളിച്ചു എന്ന് ആ നാളുകളിൽ അവർ പറയുകയില്ല. ഓരോരുത്തനും അവനവൻ്റെ അകൃത്യം നിമിത്തമാണ് മരിക്കുക. പച്ചമുന്തിരിങ്ങ തിന്നവൻ്റെ പല്ലേ പുളിക്കൂ.